ഉദ്യോഗസ്ഥന്മാർ ഈ ഭരണത്തിൽ തൃപ്തരാണോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ തൃപ്തരാണോ? കാരണം അവരുടെ എന്തോ DA കുടിശ്ശിക പ്രഖ്യാപിക്കുന്നു, അവർക്ക് എന്താണ് IASകാരുടെ വീട്ടുവേലക്കാരുടെ സാധനം വരെ നൽകുന്നു, പിന്നെ പെൻഷൻ എന്താ തരാനുള്ളതൊക്കെ തരുന്നു, വലിയ പ്രഖ്യാപനം, ശമ്പള പരിഷ്കാരം വരും. ഈ ഉദ്യോഗസ്ഥരുടെ സമീപനം എനിക്ക് ഈ സ്റ്റേറ്റ് സർവീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഞാൻ ഇൻറ്ററാക്ട് ചെയ്തതിൽ നിന്ന് അവർ അതൃപ്തരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കുറേയൊക്കെ ഇപ്പോൾ അവസാനത്തെ മാസം ആ DA 13% മറ്റോ കൊടുത്തു. അത് പ്രോസ്പെക്റ്റീവായിട്ടുള്ള അരിയേഴ്സിൻ്റെ കാര്യം 8 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടോ മറ്റോ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട 21 ശമ്പള പരിഷ്കരണത്തിൻ്റെയാണ് ഈ കൊടുക്കുന്നത്. അന്ന് 12-13% ബേസിക് പേ വർദ്ധിപ്പിച്ചു, പക്ഷേ DA കൊടുത്തതേ ഇല്ല. ചിലർ പറയുന്നത് എനിക്കത് കറക്റ്റ് അറിയില്ല, 280 മാസത്തെ DAയോ മറ്റോ കുടിശ്ശിയുണ്ടെന്ന്. അത് മുഴുവൻ കൊടുക്കണമെങ്കിൽ പിന്നെ വലിയ തുക വേണം, 50,000-60,000 കോടിയൊക്കെ വേണമെന്നാണ് പറയുന്നത് കൊടുക്കാൻ. അതിന് എപ്പോൾ കൊടുക്കാനാണ്? അപ്പോൾ അത് 8 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കാവുന്ന ഇപ്പോൾ മാർച്ചിൽ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ ഉത്തരവായി. ഈ 6 കൊല്ലം ഭരിച്ചിട്ട് കൊടുക്കാത്തതാണ്. 6 കൊല്ലം ഭരിച്ചിട്ടും അവർക്ക് കിട്ടാത്തതായ തുക എപ്പോൾ കൊടുക്കും? ലീവ് സറണ്ടർ റിസ്റ്റോർ ചെയ്ത് കൊടുത്തു, അങ്ങനെയാണ് പറയുന്നത്. അത് 8 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കും. പക്ഷേ അതിനുശേഷം പിന്നീട് അത് എന്ന് ഡേറ്റ് വെച്ചിട്ടൊരു ഓർഡർ ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ കേൾക്കുന്നത് അത് PF-ൽ ചേർത്തിട്ട് 29-ൽ അവർക്ക് PF-ൽ നിന്ന് അഡ്വാൻസ് എടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ പ്രാക്ടിക്കലി 29 വരെയും അവർക്ക് പേ റിവിഷൻ്റെ. ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ DA ലയിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ പേ റിവൈസ് ചെയ്തത് 21-ൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 5 ഇയർ പീരീഡിൽ വരുന്ന ഒരു ഇൻക്രീസ് ഇൻ DA അവർക്ക് ബേസിക് പേയിൽ കിട്ടി. പക്ഷേ അതിന് കമൻസുറേറ്റ് DA കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ വിലക്കയറ്റം പിടിച്ച് നിൽക്കാൻ ഒക്കത്തില്ല. ക്ഷാമത്തെയാണല്ലോ ഇത്. ഇപ്പോൾ അഖിലേന്ത്യാ സർവീസിനും ജഡ്ജസിനും DA കൊടുത്തു, ഇവിടെ സ്റ്റേറ്റ് സർവീസുകാർക്ക് കുറച്ചേ കിട്ടിയുള്ളൂ. 2 ഇൻസ്റ്റാൾമെൻറ്റോ മറ്റോ ആണ് അവർക്ക് പേ ചെയ്തത്. ഇപ്പോൾ ബംഗാളിലെ ആൾക്കാർ പിന്നെ ഈ ഡ്യൂ ഡേറ്റിൽ തന്നെ DA കിട്ടണമെന്നും പറഞ്ഞ് കേസും കൊണ്ട് സുപ്രീം കോർട്ടിൽ പോയി. സുപ്രീം കോർട്ട് പറഞ്ഞു DA അവകാശമാണ്, പാർട്ട് ഓഫ് പേ ആണ്. അപ്പോൾ സ്റ്റേറ്റ് പറഞ്ഞു ഞങ്ങൾക്ക് കൊടുക്കാൻ നിവർത്തിയില്ല. അപ്പോൾ അവിടെ ജഡ്ജസിൻ്റെ ഒരു കമ്മിറ്റി വെച്ചിരിക്കുകയാണ്, 3 ജഡ്ജിമാരുള്ളൊരു കമ്മിറ്റി വെച്ചിരിക്കുകയാണ് ഈ അരിയർ തുക എത്രയാണെന്ന് ഡിറ്റർമിൻ ചെയ്യാനായിട്ട്, പ്രിൻസിപ്പിൾ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ അവസ്ഥയിലോട്ട് പോയാൽ കേരളത്തിലെ കേസ് ഹൈക്കോടതിയിലോ മറ്റോ കിടക്കുക ജീവനക്കാരുടെ. അപ്പോൾ സുപ്രീം കോടതി ഓൾറെഡി ബംഗാൾ നമ്മളെക്കാളും കഷ്ടസ്ഥിതിയിലാണ്. അപ്പോൾ ബംഗാളിൻ്റെ റേഷ്യോ വെച്ചുകൊണ്ട് കേരളം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആളുകൾ പറയുന്ന 70,000-80,000 കോടി വേണ്ടി വരുമെന്നാണ് ഇത് തീർക്കാനായിട്ട്. എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? അങ്ങനെ കൊടുക്കാനായിട്ട് പറയുക ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച്, ബംഗാളിൽ ചെയ്ത പോലെ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചിട്ട് 6 മാസം കൂടുമ്പോൾ 20,000 രൂപ വെച്ച് അരിയർ കൊടുക്കാൻ പറഞ്ഞുകൊണ്ടൊരു ജഡ്ജ്മെൻറ്റ് വന്നാൽ പിന്നെ കേരള ഗവൺമെൻറ് വികസനം എന്ന് പറയുന്നത് എങ്ങനെ ചെയ്യുമെന്നുള്ള അറിയില്ല. അല്ല, ഇപ്പോൾ ഈ ഒരു അതൃപ്തി ഉണ്ട്, പ്രകടമാണ്. അത് പിന്നെ അത് സംഘടനാ വ്യത്യാസമൊന്നുമില്ല. കാരണം ഇത് ഡ്യൂ കിട്ടിയില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. ഇപ്പോൾ ആശാ സമരക്കാരുടെ പോലുള്ള ഒരു മെൻറ്റാലിറ്റിയാണ്. പിന്നെ ഞാൻ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുമ്പം ഇവരുടെ പിന്നെ സംഘടനാ ഭേദമന്യേ തന്നെ കിട്ടാനുള്ളത് ഇതിനകത്തുള്ള ഗ്രീവാൻസ് അവർക്കുണ്ട്.